ആപ്കി അദാലത്തിൽ പാർലമെന്റ് മെമ്പർ രവികിഷന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു ശിശുവാണെന്നാണ്. രവികിഷൻ സാർ, താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോ രാജ്യം മുഴുവനും നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. താങ്കൾ കോൺഗ്രസിനു വേണ്ടിയാണ് ഇലക്ഷനിൽ നിന്നത്. പക്ഷേ ജനങ്ങൾ താങ്കളെ തിരസ്കരിച്ചു. എന്റെ വീട്ടിലെ ഭാര്യ പിന്നെ എല്ലാരും പറഞ്ഞു 2014 കോൺഗ്രസ് തോറ്റുപോകുന്നു. പറയില്ലേ സമയമാണെന്ന്. നിങ്ങളുടെ സമയം ശരിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ശരി. 2014 അമിത്ഷയെ കാണാൻ പോകേണ്ടതായിരുന്നു. അവർ എനിക്ക് അവരുടെ കക്ഷിയുടെ സ്കോർപ്പിടാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. രാജ്നാഥ് സിംഗ് സാർ എന്നെ കൂട്ടിട്ട് പോകാൻ ഇരിക്കുമായിരുന്നു. അവിടെ വെച്ച് എല്ലാം തീരുമാനമായി. അപ്പോൾ വണ്ടി ലെഫ്റ്റിലേക്ക് പോകുന്നതിന് പകരം ആ വണ്ടിയിലുണ്ടായിരുന്ന കുറച്ചുപേർ എന്നെ റൈറ്റിലോട്ട് പോകാൻ പറഞ്ഞു. എന്റെ വണ്ടിയിലിരുന്ന് എന്റെ കൂടെ വന്നവർ 2 വലിയ സ്റ്റാർസ് ആണ്. അവരെന്നെ റൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരെന്നെ കൂട്ടിട്ട് പോയതിന്റെ കാരണം കോഫി കുടിക്കാൻ വേണ്ടിയായിരുന്നു. കോഫി കുടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആ വിഷയം എന്താണെന്ന് ഞാൻ ഓപ്പണായി പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ എന്നോട് എല്ലാവരും പറഞ്ഞു, എന്റെ ഭാര്യയും പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞേക്ക് ഈ പാർട്ടി വേണ്ടെന്നെ ഭാര്യ പറഞ്ഞു. മൊബൈലെല്ലാം പുറത്തുമായിരുന്നു. ഞാനാണെങ്കിൽ അകത്തിരിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുമായിരുന്നു. താങ്കൾക്ക് കോഫി വന്നത് ആരാണ്? കോൺഗ്രസിന്റെ വലിയ നേതാവാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് മറച്ചു വെക്കുന്നത്? പ്രിയങ്ക ഗാന്ധി അല്ലേ കോഫി വന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വളരെ ബഹുമാനത്തോടെ തല ഇങ്ങനെ ആട്ടി. എനിക്ക് വേണ്ടെന്ന് പറയാൻ ഞാൻ വിചാരിച്ചു. ആക്ച്വലി ഞാൻ അങ്ങോട്ട് പോകേണ്ടതാണ്. ഞാൻ അവരുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അന്ന് തോറ്റുപോയി. ആക്ച്വലി ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യും. അതേപോലെ ഞാനും. എന്നെ സംബന്ധിച്ച് മനോജ് തിവാരി താങ്കളെക്കാൾ ബുദ്ധിമാനാണ്. അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം തന്നെ 2014 BJP-യിലേക്ക് ചേർന്നു. മനോജ് വളരെ സ്മാർട്ടാണ്. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. മനോജിന് ബ്രെയിൻ വളരെ കൂടുതലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് വികാരം കൂടിയ ഞാൻ കുടുങ്ങിപ്പോകുന്ന. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കൾ ഈ പാർട്ടിയിൽ ചേരാതിരുന്നിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം താങ്കൾ യാത്രയ്ക്ക് പോയേനെ. ആദ്യം താങ്കൾ കോൺഗ്രസ് ആണ് അച്ഛനെ പോലെ എന്ന് പറഞ്ഞു. ഇപ്പോ ബാബ ആദിത്യനാഥ് അച്ഛനെ പോലെയാണെന്ന് പറയുന്നു. അത് പിന്നെ സാർ, ഇതൊക്കെ സത്യമാണ്. ആദ്യം അവരുടെ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട് ഭരിച്ചത് അവരാണ്. പറയില്ലേ, എന്റെ ഓർമ്മക്കാലം തൊട്ട് നാട് ഭരിച്ചത് ആ ഒരു കുടുംബം മാത്രമാണെന്ന്. ആ കുടുംബത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യവും അറിയില്ല. ഇവരാണ് നേതാക്കന്മാർ, ഇവരാണ് ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. എല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. ഇവരാണ് ഈ ഗവൺമെന്റ് മുഴുവനും നടത്തിയിരുന്നത്. നമ്മൾ എല്ലാവരെയും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അവരായിരുന്നു. നമ്മൾ അവരെയാണ് ഫോളോ ചെയ്തിരുന്നത്. ആ സമയത്താണ് മോഡിജി എന്ന ഒരു നേതാവ് വന്ന് നാടെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും, ഇതുപോലെയും പ്രവർത്തിക്കും, നാടിന് ഇതുപോലെ ഒരു മാറ്റവും ഉണ്ടാകും. നമ്മുടെ നാടിനെ പാകിസ്ഥാൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ചൈന നമ്മളെ പേടിപ്പിക്കട്ടെ, നമ്മളെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും മോഡിജി സ്ട്രോങ് ആയി നിന്ന് ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് തെളിയിച്ചിരിക്കുന്നു. പക്ഷെ സർ, യോഗിജി താങ്കളെ ഗോരഖ്പൂരിലാണ് മത്സരിക്കാൻ വിട്ടത്. ഗോരഖ്പൂരിൽ എപ്പോഴും സ്വാമിമാരും സന്യാസിമാരും അല്ലേ മത്സരിക്കാൻ നിൽക്കുന്നത്? കാരണം 40 വർഷമായിട്ട് അവരാണ് ജയിക്കുന്നത്. ജനങ്ങൾ ആരടായത് ഡാൻസും പാട്ടും കളിക്കുന്നോ വന്നെന്ന് താങ്കളോട് ചോദിച്ചില്ലേ? അതെ അതെ. ആരംഭത്തിൽ ഞാൻ ഗോരഖ്പൂരിലേക്ക് പോകുമ്പോൾ എല്ലാവരും എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചത്. മഹാരാജ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് അമ്പലത്തിന്റെ സീറ്റാണ്. ഇവൻ എവിടുന്ന് വന്നു? പുറത്തുനിന്ന് വന്ന ഒരുത്തൻ ഈ ഇലക്ഷനിൽ എങ്ങനെ നിൽക്കുമെന്നൊക്കെ. എല്ലാവരും എന്നെ ഒരു അന്യമനുഷ്യനായാണ് കരുതിയത്. ഞാൻ തോൽക്കുമെന്നും പറഞ്ഞു. പക്ഷെ എന്റെ വിചാരം, എല്ലാവരും എന്തുകൊണ്ട് എന്നെ അന്യമനുഷ്യനെന്ന് പറയുന്നുവെന്ന് എന്റെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു. ഇലക്ഷന് വേണ്ടി ഓടും, നാട് മുഴുവനും കറങ്ങും, ധാരാളം കറുത്തു പോവുകയും ചെയ്തു. വെയിൽ ഏകദേശം 45 ഡിഗ്രി ഉണ്ടാകും. എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ലൈഫിൽ നീ തോറ്റുപോകും, എന്തിനാ നീ വെറുതെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു, നീ എന്തിനാണ് ഈ ഇലക്ഷനിൽ വെറുതെ നിൽക്കുന്നേ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും ഇലക്ഷനിൽ നിൽക്കുമെന്ന്. അവര് പറഞ്ഞു, നീ ഇവിടത്തെ ആളല്ലല്ലോ എന്ന്. അത് കേട്ടപ്പോഴത്തേക്കും എന്റെ കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങി. ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി തോറ്റു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് കഷ്ടമാവും തോന്നി. പിന്നീട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തത്തെ ആളൊന്നും അല്ല. പിന്നീട് എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഗോരഖ്പൂരിലെ ആൾ തന്നെയാണെന്ന്. എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നീ ഒരു ശുക്ല, നീ ഗർക്കുലത്തെ ചേർന്നവനാണ്. ഗോരഖ്പൂരിൽ മാങ്പൂർ എന്നൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം പോയി തിരയാൻ പറഞ്ഞു. എന്നിട്ട് ഞാനും അതൊക്കെ പോയി തിരഞ്ഞു നോക്കി. പുലർച്ചയ്ക്ക് 5 മണിക്ക് ഞാൻ ഇവിടുന്ന് അവിടേക്ക് പുറപ്പെട്ടു. മാങ്കൂർന്ന് എന്നൊരു ഗ്രാമമുണ്ട്. ഈ ലോകം മുഴുവനും എവിടെ ശുക്ലയുണ്ടെങ്കിലും അവിടെ നിന്നാണ് വരിക. അവര് അവിടുത്തെ അവകാശികളാണ്. ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് അവിടുത്തെ മണ്ണ് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ പോയി ഇരിക്കുകയും ചെയ്തു. അവിടെ പോയി ഇരുന്ന് ഞാൻ ഫോട്ടോ എടുത്ത് പിന്നീട് ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തെ ആളൊന്നും അല്ല, ഞാനും ഈ മണ്ണിൽ ജനിച്ചവനാണെന്ന് പറഞ്ഞു.
സൂപ്പർ സ്റ്റാർ രവികിഷൻ അപ്പോ രവികിഷൻ ശുക്ലയായിട്ട് അവതരിച്ചു. രജത് സാർ, ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ആര് വന്നാലും ശരി, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ വംശം ഏതാണ്, നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് എല്ലാം തോണ്ടിയെടുക്കുമാര് മുഴുവൻ കാര്യങ്ങളും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആരെക്കുറിച്ച് പറയുമ്പോഴും അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ അതിന് ഫോം നിങ്ങൾ ഫില്ല് ചെയ്തേ പറ്റൂ. എന്നിട്ട് നിങ്ങൾ അത് മറക്കാതെ രജിസ്ട്രേഷൻ ചെയ്യണം. കാരണം ഓപ്പോസിറ്റ് പാർട്ടികൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തോണ്ടിയെടുക്കും. പക്ഷേ ഗോരഖ്പൂരിലെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ നന്നായിട്ട് സംസാരിച്ചു, പിന്നെ താങ്കൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ശ്മശാനം കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞു. ശവശരീരം കത്തുന്നത് കണ്ട് താങ്കൾ സന്തോഷിച്ചു. അല്ലല്ല, അതെന്തെങ്കിലും ഒരു ദിവസം നടക്കുമല്ലോ. അതായത് നടന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നെല്ലാം തുറന്നു പറയാം. അതായത് ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആളുകൾ എന്നെ ട്രോൾ ചെയ്തു. നടന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് രജത് സാർ, ഞാനൊരു ദിവസം മഹാരാജിയുടെ കൂടെ ശ്മശാനത്തിലേക്ക് പോയിരുന്നു. അവിടെ മഹാരാജ് 22 കോടി രൂപ ചെലവില് ഒരു ശ്മശാനം കെട്ടിയിരുന്നു, അതും നദിയുടെ തീരത്ത്, രാജ്ഗൻ. അവിടം വെച്ച് മഹാരാജി എന്നോട് പറഞ്ഞത്, അപ്പോ ശ്മശാനത്ത് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അവിടെ എന്താ സംസാരിക്കുക എന്നായിരുന്നു എന്റെ വിചാരം. അപ്പോ ഞാൻ വളരെ ബ്ലാങ്ക് ആയിരുന്നു. ആ സമയത്ത് അവരെന്നോട് പറഞ്ഞു, നീ പറഞ്ഞേ പറ്റൂ എന്ന്. എന്താ പറയാന്നറിയാതെ ഞാൻ അവിടെ നിന്നുപോയി. അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മഹാരാജി ഇവിടേക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടുണ്ട് എന്ന്. അതായത് നിങ്ങൾക്ക് ഈ നദി മുഖേന എന്തൊക്കെ നന്മകളാണ് നടക്കാൻ പോകുന്നത് എന്ന് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പറയാന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ ആരും മരിച്ചാലും സ്വർഗത്തിലേക്കാണ് പോകുക എന്ന്. അപ്പോൾ മഹാരാജി അവിടേക്ക് ഒരു പുതിയ മെഷീൻ വാങ്ങി. അത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ രാത്രി സമയത്ത് തായ്രാത്രി അവിടെ പൂജകൾ ചെയ്യും. അതുകൊണ്ട് അവിടെ യാതൊരു അഴുക്കും ആകാൻ പാടില്ല, ഒന്നും സംഭവിക്കാൻ പാടില്ല. മഹാരാജി നിങ്ങൾക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാനൊരു ബ്രാഹ്മണനായതുകൊണ്ട്, അതോടൊപ്പം എൻ്റെ അച്ഛനൊരു നമ്പൂതിരി ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെതായ ഭാഷയിലേ സംസാരിക്കൂ. മരണം ജീവിതം എന്നായിരിക്കും ഞങ്ങളുടെ സംസാരമെല്ലാം. ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തെക്കുറിച്ച് സംസാരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ഞങ്ങളുടെ ഭാഷ. പക്ഷേ ജനങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചു. അതോടൊപ്പം വ്യക്തമായിട്ട് പറയൂ. ഹരേ രാം. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭോജ്പുരിയിൽ പറയട്ടെ. മലയാളത്തിൽ തന്നെ പറഞ്ഞേക്കല്ലേ. ആദ്യം മഹാരാജിയെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. കാരണം 62 കോടി ചെലവാക്കിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഉത്തർപ്രദേശിന്റെ വളർച്ചയ്ക്ക് മുഴുവനും ഇദ്ദേഹമാണ് ഏറ്റവും വലിയ കാരണം. രാത്രി പകലും ത്യാഗം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മോദിജിയെ പോലെ. ഞങ്ങളുടെ യോഗി മഹാരാജിയും അതേപോലെ. അതോടൊപ്പം ഞാൻ ശ്മശാനത്തെ കുറിച്ച് പറയാമെന്നത്, ആരെല്ലാം മരിക്കുന്നു അവരെല്ലാവരും അവസാനം സ്വർഗത്തിലേക്കാണ് പോവുക. അത് മാത്രമല്ല, മഹാരാജി ഒരു പുതിയ മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കത്തിക്കാൻ ഒരുപാട് സമയമെടുക്കില്ല. അത് മാത്രമല്ല, 2 മിനിറ്റിലെ ഹരഹര മഹാദേവ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ സ്ഥലം വൃത്തികേടാക്കുന്നവർ തീർച്ചയായും നരകത്തിലേക്ക് പോകും. നല്ലത് വിചാരിക്കുന്നവർ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ആ സ്ഥലത്തിന്റെ വൃത്തിക്ക് വേണ്ടിയും ആ സ്ഥലത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും. പക്ഷേ ഇതൊക്കെ താങ്കൾ പറയുന്ന സമയത്ത് യോഗിജി താങ്കളെ കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചെന്ന് കേട്ടു. അതെന്താണ്? ഇത്രത്തോളം അദ്ദേഹം ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. മഹാരാജിയെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഭോജ്പൂരി വളരെ ഇഷ്ടമാണ്. വേറൊരു കാര്യം കൂടി, ഇതുപോലെ സംസാരിക്കുന്നത് എനിക്ക് രാഷ്ട്രീയ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. രജത് സാർ, അത് പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. ഞാൻ സത്യസന്ധമായി ഉള്ളത് കൊണ്ടാണ് എന്നെ എല്ലാവരും സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ നുണ പറയുകയാണെങ്കിൽ ആരും എന്നെ സ്നേഹിക്കില്ല. പക്ഷെ താങ്കളെ കാണുമ്പോഴൊക്കെ താങ്കൾ യോഗിജിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ എന്ത് കാര്യമാണ് താങ്കൾ പറയുന്നത്? എന്തൊക്കെയുണ്ട് സാർ, എല്ലാം എങ്ങനെ പോകുന്നെന്ന് ഞങ്ങൾ ഭോജ്പൂരിൽ സംസാരിക്കുക. ഞാനിത് ആദ്യമായി പറയുകയാണ്. ആപ്കി അദാലത്തില്, ജനങ്ങളുടെ അദാലത്തിൽ പറയുകയാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിനോട് എന്ത് സംസാരിക്കുകയാണെങ്കിലും ഭോജ്പൂരിൽ മാത്രമേ സംസാരിക്കൂ. അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. ആ ഭാഷ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ബുൾഡോസർ താങ്കൾക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സാർ, ഞാൻ കുറേ സ്ഥലങ്ങൾക്ക് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. കുറേ ഭോജ്പൂരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ശവങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ ജയിലിൽ ഒരുപാട് പേര് മരിക്കുന്നതും കണ്ടിട്ടുണ്ട്. കൊലപാതകം കണ്ടിട്ടുണ്ട്. ഞാൻ ഗൺഷോട്ടും കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ജനങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് കൊലപാതകം കണ്ടിട്ടുണ്ട്. ഞാൻ 2017 ശേഷം, മഹാരാജി വന്നതിന് ശേഷം, അദ്ദേഹം നിയമത്തെയും അവിടുത്തെ സിറ്റുവേഷനെയും തന്റെ കൈക്കുള്ളിൽ അടക്കിയിരുന്നു. എല്ലാം കറക്റ്റായി ചെയ്തിരുന്നു. ഇതിനു മുമ്പ് അവിടെ ഒരുപാട് മാഫിയ ചേർന്ന ആളുകളുണ്ടായിരുന്നു. അതായത് UP-യിൽ. ഞങ്ങൾ സിനിമകളിലും ഇതൊക്കെ തന്നെയാണ് കാണിക്കാറ്. ഏറ്റവും ഭയങ്കരമായ റൈഫിളൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇപ്പോഴൊക്കെ ആർക്കും ആ ധൈര്യമില്ല. ബുൾഡോസർ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സമൂഹത്തിലെ പെണ്ണുങ്ങളെ നിങ്ങൾ പേടിപ്പിക്കുകയാണെങ്കിൽ, കൈക്കൂലി വാങ്ങിയ, കൊലപാതകം ചെയ്ത ചെക്കന്മാരെ പേടിപ്പിക്കുക,
ജനങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തുക. അപ്പോ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ബുൾഡോസർ കൊണ്ട് കയറ്റും. തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ ഇല്ലാതെയാക്കും. മഹാരാജ് എന്ത് പറയുന്നോ അത് തീർച്ചയായും ചെയ്തിരിക്കും. ഒരു കാര്യം ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ചെയ്തിരിക്കും. അതുകൊണ്ടാണ് താങ്കൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, അതായത് കത്തിയാലെ തീ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് कि जली को आग कहते हैं, जली को आग कहते हैं, बुझी को राख कहते हैं, और ये राख से बनल बारूद को योगी आदि ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ യോഗിജി വളരെയധികം സന്തോഷപ്പെടുമെന്ന് തോന്നുന്നു. പക്ഷേ പാർലമെന്റിലുള്ളവർ അവർ അത്രയധികം സന്തോഷപ്പെടില്ല. എന്താ? ജയ ബച്ചൻ ഇൻഡസ്ട്രിയിലും താങ്കളെക്കാൾ സീനിയറാണ്, പാർലമെന്റിലും താങ്കളെക്കാൾ സീനിയറാണ്. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ രവികിഷൻ ആഹാരം കൊടുക്കുന്നവരെ പോലും അടിക്കാൻ ചെല്ലുകയാണെന്ന്. 4 കൊല്ലത്തിൽ ഞാൻ 400 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 7 പ്രൈവറ്റ് ബിൽ പക്ഷേ പാസ്സാക്കി. അവര് താങ്കളെപ്പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നെന്ന്. അതായത് മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഡ്രഗ്സ് അഡിക്റ്റ്, മദ്യപാനികൾ എന്ന് പൊതുവെ പറയാറില്ലേ? മാഡം, ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ല. ഞാൻ അമ്മയെ പോലെയാണ് അവരെ കരുതുന്നത്. കാല് തൊട്ട് തൊഴുതിട്ടുകൊണ്ട് ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അവർ ഇൻഡസ്ട്രി മുഖേനയാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആസ് എ ഹീറോ ഒരുപാട് ജോലികളുണ്ട്. ഞങ്ങൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ പഞ്ചാബ് വഴിയെ ഇമ്പോർട്ട് ആവുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ട് അവര് രാജ്യസഭയെന്ന് അതിനു വേണ്ടി ആൻസർ ബാക്ക് ചെയ്തിരുന്നു. ഞാനൊന്ന് ശരിക്കുള്ള കാര്യം പറയുകയാണ്. ഇന്നിവിടെ കുറെ കാര്യങ്ങൾ ക്ലിയർ ആകും. അദ്ദേഹം ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞത് വേറെയാണ്. ഞാൻ ബോളിവുഡിനോട് ചേർത്തത് പറഞ്ഞതിന്റെ കാര്യം ഇവിടെ ഹീറോസിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ രജത് സാർ, ഞാനിത് പറഞ്ഞതിന്റെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ആപ്കി അദാലത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചും പറയുന്നു. ഒരുപക്ഷെ എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ മയക്കമരുന്നുണ്ടെങ്കിൽ, എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ തെറ്റായ ഒരു വിഷയമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവരെ എതിർത്ത് നിൽക്കും. താങ്കളൊരു ബില്ല് കൊണ്ടുവന്നിരുന്നു, അതായത് ജനസംഖ്യാ നിയന്ത്രണത്തിന്, പോപ്പുലേഷൻ നിയന്ത്രണത്തിന്. താങ്കൾക്ക് എത്ര മക്കളുണ്ടെന്നുള്ള കാര്യം താങ്കൾ മറന്നോ? എനിക്ക് 4 മക്കളാണ്. താങ്കൾക്കെല്ലാം ചെയ്യാം, പക്ഷെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം. രജത് സാർ, ഈ ബില്ല് ആദ്യമേ വന്നിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും വളരെ അലേർട്ടായേനെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? പോപ്പുലേഷൻ കൺട്രോളോട് കൂടി ഈ ബിൽ ആദ്യമേ വന്നിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും തീർച്ചയായും കൺട്രോളോടെ ഇരുന്നേനെ. ചൈന ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയത്. അവരിപ്പോ വളരെ പവർഫുൾ ആണ്. നമ്മളും ഇപ്പോൾ. താങ്കൾക്ക് 4 മക്കളുണ്ടായതിന് കോൺഗ്രസിനെ താങ്കൾ ബ്ലെയിം ചെയ്യണം. അവരുള്ളപ്പോ ഈ ബില്ല് കൊണ്ടുവന്നില്ലെന്ന് പറയുകയാണോ? ഈ ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും വേണം ഉത്തരം പറയാൻ. അത് മാത്രമല്ല, എല്ലാവരും അദാലത്തിലാണ്. അതെ, ഒരുപക്ഷെ ഈ ബില്ല് കോൺഗ്രസ്സുകാർ ആദ്യമേ കൊണ്ടുവരായിരുന്നില്ലേ? പറയൂ, ഈ ബില്ല് കോൺഗ്രസ് ആദ്യമേ കൊണ്ടുവരായിരുന്നില്ലേ? ആദ്യമേ ഈ ബില്ല് മാത്രം വന്നിരുന്നെങ്കിൽ എനിക്ക് 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും?